ഹൈദരാബാദിൽ പോയിട്ട് നാടൻ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്പട പൊളിസോ. കൊല്ലത്ത് കോളേജ് റീയൂണിയനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹൈദരാബാദിലേക്കാണ് പോയത്. ഹൈദരാബാദിൽ നമ്മളെ സ്ഥിരം സ്ഥലമാണ് ട്രൈഡൻറ്റ്. 3 ദിവസം ഹൈദരാബാദിൽ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നമുക്ക് നോക്കാം. രാത്രി 12 മണിക്ക് ഗുണ്ടൂർ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു. രാവിലെ ട്രൈഡൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല. വൈകുന്നേരം ആയപ്പോൾ പിന്നെ ടീമിൻ്റെ കൂടെ ചില്ലിങ് ആയിരുന്നു. കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഇന്ത്യ ക്രിക്കറ്റ് കളി തോക്കുകയും ചെയ്തു. ഹൈദരാബാദിലെ പാരഡൈസ് ബിരിയാണി ഓവർ റേറ്റഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ ലോക്കലായ GK ഷാഘോഷിലെ നല്ല മട്ടൻ ബിരിയാണി മേടിച്ചിരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. നട്ടപ്പാതിരയ്ക്ക് ദം പൊട്ടിക്കുന്ന ഈ ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞ ആൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവും. അതിലേക്ക് ഞാൻ വരാം. രാവിലെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഓഫീസിലെ പണിയൊക്കെ തീർത്തു. വൈകുന്നേരം ആയപ്പോൾ ഞാൻ GKയോട് പറഞ്ഞു നമുക്ക് എന്താണെങ്കിലും ലോക്കൽ ഫുഡ് കഴിക്കണം. അങ്ങനെ പോയ സ്ഥലമാണ് പൊരുങ്കിണ്ടി ചെപ്പള പുളുസു. ലോക്കൽ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ചിക്കൻ ഉണ്ട്, ക്രാബ് ഉണ്ട്, മട്ടൺ ഉണ്ട്, ബോട്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. കടയുടെ പേരിൻ്റെ മലയാളം നമ്മുടെ അയൽവക്കത്തെ കറി എന്നാണ് പോലും. തെലുങ്കിൽ പറയുകയാണെങ്കിൽ കോടി പുളുസു, ചെപ്പള പുളുസു, പിറ്റലു ഇഗുരു, ചെപ്പള വെപ്പടു. ബാക്കി ഞാൻ പറയില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കും. ടേസ്റ്റ് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. GK ഹാപ്പിയായി, നമ്മൾ ഹാപ്പിയായി എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ കണ്ണൂർ സ്ക്വാഡിൽ അഭിനയിച്ച അങ്കിത് മാധവാണ് ഇരിക്കുന്നത്. എരിവ് കാരണം അന്തം വിട്ടിരിക്കുന്ന ഞാനാണത്. പിന്നെ ഒരു ഇറാനി ടീയും ബിസ്ക്കറ്റും കഴിച്ച് അവസാനിപ്പിച്ചു.